ഹായ് ഹലോ. ഇപ്പോൾ ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ഗൗരി ശങ്കരത്തില് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദർശിന്റെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ ആദർശിന് ചെറിയൊരു അപകടം സംഭവിച്ചു. അതിന്റെ ആ ഒരു സങ്കടത്തിനാണ് എല്ലാവരും. എന്തായാലും ഒരിക്കലും ആ ഒരു അപകടമോ അല്ലെങ്കിൽ ധ്രുവനെ കുറിച്ചുള്ള ആ ഒരു സത്യമോ ഗൗരിക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കത്തില്ല. അതിന്റെ ഇടയ്ക്കിൽ തന്നെ നമ്മുടെ ശങ്കറിന്റെ ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഗൗരി കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ ഗൗരി ശങ്കരത്തിലെ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ പമ്മിയും പേടിച്ചും നിന്ന പലരും പുതിയൊരു മാറ്റത്തിലോട്ട് അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലോട്ട് തിരിച്ചു വരുവാണ്. അത് മാത്രമല്ല അവരുടെ സ്വഭാവത്തിൽ തന്നെ അടിമുടി മാറ്റം സംഭവിക്കുമ്പോൾ നമ്മുടെ ചാരങ്ങാട്ട് തറവാട്ടില് ചില പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മഹാദേവനും രാധാമണിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ മഹാദേവൻ രാധാമണിയോട് പറയുന്നുണ്ട്, സാധാരണ ഇപ്പോ ശിവഭഗവാന്റെ ജീവിതത്തിൽ പാർവതി ദേവി ഉണ്ടെങ്കിൽ പോലും ശിവന്റെ അടുത്ത് ശിവൻ മറച്ചു വെച്ചിരുന്ന മറ്റൊരാളാണ് ഗംഗ. ആരും കാണാതെ മറച്ചു വെച്ചിരിക്കുന്ന ഗംഗയെ പോലെയാണ് ഇപ്പോഴും ശങ്കറിന്റെ ജീവിതത്തിലും ഗൗരി ഭാര്യയായിട്ടുണ്ടെങ്കിൽ പോലും ശങ്കറിന്റെ ജീവിതത്തിൽ ഗംഗയെ മറച്ചു വെച്ചിരിക്കുകയാണ്. ആ ഒരു സത്യം ഗംഗയെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ എന്താണ് രാധാമണി ചോദിക്കുന്നുണ്ട്, എന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ശങ്കർ കുട്ടിക്കാലം മുതൽ തന്നെ ശങ്കറിന്റെ മനസ്സിൽ ഗംഗ ഉണ്ടെന്നും ശങ്കറിന് ഗംഗ ഇഷ്ടമാണെന്നും ഉള്ള രീതിയിൽ വരുത്തി തീർക്കുകയും ഗംഗയെ ഒരുപാട് ഇഷ്ടമാണ് ശങ്കറിന് എന്നുള്ള രീതിയിൽ ഗംഗയുടെ മനസ്സിൽ ശങ്കറിനോടുള്ള പ്രണയം കുറച്ച് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ ഗംഗയ്ക്ക് ശങ്കറിന്റെ ജീവിതത്തിൽ സ്ഥാനം പിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ശങ്കറും ഗൗരിയും പിരിയുകയും ചെയ്യും, ശങ്കറും ഗംഗയും ഒന്നിക്കുകയും ചെയ്യും. അതിനുള്ള വഴികളാണ് നമ്മൾ ഇനി നോക്കേണ്ടത് എന്നവിടെ രാധാമണിയോട് മഹാദേവൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുവാണ്. എന്തായാലും ഇതിനുള്ള ഒരു വഴി കണ്ടുപിടിച്ചേ മതിയാകൂ. ശങ്കറിന്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഗൗരിയെ പറഞ്ഞു വിടണം, ഗൗരിയും ശങ്കറും തമ്മിൽ പിരിയണം എന്നുള്ളൊരു തന്ത്രം മെനയാൻ വേണ്ടിയിട്ടാണ് മഹാദേവനും രാധാമണിയും ശ്രമിക്കുന്നത്. ഈ സമയത്ത് ആ ഒരു ഡാൻസ് പ്രോഗ്രാമിനുള്ള ഒരു പ്രാക്ടീസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗംഗയും ഗൗരിയും കൂടി നല്ലപോലെ രസത്തിൽ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ശങ്കർ പാട്ടൊക്കെ പാടുവാണ്. അങ്ങനെ അവരുടെ ആ ഒരു പ്രാക്ടീസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗൗരിക്ക് എന്തോ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലോട്ട് കയറി വരികയും ഗൗരിക്ക് അവിടെ വെച്ച് ഡാൻസിന്റെ ആ ഒരു താളം തെറ്റുവാണ്. അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് തെറ്റി ഗൗരിക്ക് കളിക്കാനായിട്ട് സാധിച്ചില്ല. പെട്ടെന്ന് ഗംഗയും ശങ്കറും കാര്യം ചോദിക്കുന്നുണ്ട്, എന്താ ഗൗരി, എന്താ പറ്റിയേ? പക്ഷെ എന്റെ താളം തെറ്റിപ്പോയി എന്നാണ് അവിടെ ഗൗരി പറഞ്ഞത്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഗംഗ പറയുവാണ്, ഗൗരി പേടിക്കേണ്ട ആവശ്യമില്ല, താളം തെറ്റിയല്ലേ, അത് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. കുറേ ദിവസമായില്ലേ ഗൗരി ഡാൻസ് ഒക്കെ കളിച്ചിട്ട്, അതിന്റെ പ്രശ്നമാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാറും, ഗൗരി ഇത് പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളില്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഗൗരിക്ക് അത് മനസ്സിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഗൗരി പെട്ടെന്ന് സങ്കടത്തോടെ അകത്തോട്ട് കയറി പോവുകയാണ്. അങ്ങനെ കയറിപ്പോയ പിറകെ തന്നെ ശങ്കറും ഗംഗയും കൂടി പിറകെ പോകുന്നുണ്ട്. എന്നിട്ട് നോക്കിയപ്പോൾ ഗൗരി അവിടെ എന്തോ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ ശങ്കറും ഗംഗയും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഗൗരി, എന്താ സംഭവം, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഗൗരി ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല. അപ്പൊ ഗംഗ പറഞ്ഞത് ഗൗരിയുടെ മനസ്സിൽ എന്തോ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ എന്തോ മറക്കാൻ പറ്റാത്ത എന്തോ ഒരു സങ്കടമുണ്ട്. ആ സങ്കടം ഗൗരിയുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഗൗരിക്ക് ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ആ ഒരു സങ്കടത്തിന് അല്ലെങ്കിൽ എന്താണോ ഗൗരിയുടെ മനസ്സിനെ അലട്ടുന്നത് അതിന് പരിഹാരം കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ ഒരു പ്രോഗ്രാമിന് ഗൗരിക്ക് കോൺസെൻട്രേറ്റ് കിട്ടത്തുള്ളൂ, ഡാൻസ് നല്ലപോലെ പഠിക്കാനും സാധിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും ഗൗരി ഇത് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ശങ്കറും ഗൗരിയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവർ പോവാണ്. പക്ഷെ ഗൗരിയുടെ മനസ്സിൽ ആ ഒരു സങ്കടം ഒരിക്കലും മാറാതെ ആ ഒരു സങ്കടം ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഗൗരിയുടെ ആലോചന ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മുടെ കമല അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആലോചനയിലാണ്. ആ ഒരു ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കമല പൂർത്തീകരിക്കാതെ ഇങ്ങനെ എന്തോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാധാമണി കയറി വരുന്നത്. അപ്പോൾ ജോലിക്കാരിയും ഉണ്ടായിരുന്നു. അപ്പോൾ ജോലിക്കാരിയോട് ചോദിക്കുവാണ്, നിങ്ങളുടെ ജോലിയൊന്നും കഴിഞ്ഞില്ലായിരുന്നോ, ഇത്രയും നേരമായിട്ട് ജോലിയൊന്നും ആയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജോലിക്കാരി പറയുവാണ്, എന്റെ ജോലി കഴിഞ്ഞു, പക്ഷെ കമലക്കുഞ്ഞ് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം കൊണ്ട് കുറെ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ ചെത്തി അരിയുന്നതല്ലാതെ ഒന്നും പൂർത്തിയാക്കുന്നില്ല, ഒരുപാട് നേരമായി. അപ്പോൾ ഈ കമലയുടെ ഈ ഒരു രാധാമണി വന്നതുപോലും കമല അറിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കമലയോട് രാധാമണി ചോദിക്കുവാണ്, കമലെ നിനക്ക് എന്താ പറ്റിയത്, അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ കമല ഒന്നും മിണ്ടുന്നില്ല.
നിന്റെ വായിൽ എന്താ പഴമാണോ കയറ്റി വെച്ചിരിക്കുന്നത്, പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ എന്ന് കമലയോട് രാധാമണി ദേഷ്യപ്പെടുകയും ഇത് കേട്ടപ്പോൾ കമലയുടെ ആ ഒരു സ്വഭാവം മാറി. പെട്ടെന്ന് അവിടെ ഇരുന്ന് ഒരു പഴം എടുത്ത് കമല പൊളിച്ചിട്ട് കഴിക്കുവാണ്. ഇത് കണ്ടപ്പോൾ തന്നെ രാധാമണിക്ക് ദേഷ്യം വന്നു. അപ്പൊ രാധാമണി കമലയോട് ചോദിക്കുവാണ്, നീ എന്നെ കളിപ്പിക്കുവാണോ, അല്ലെങ്കിൽ നീ എന്നെ നിനക്ക് എന്താ തോന്നുന്നത്, എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ, കാരണം നീ എന്നെ കബളിപ്പിക്കുവാണോ ചെയ്യുന്നത് എന്ന് രാധാമണിയോട് അവിടെ രാധാമണി കമലയോട് ചോദിക്കുകയും ഇത് കേട്ടപ്പോൾ തന്നെ കമലയ്ക്ക് ദേഷ്യം വന്നു. കയ്യിലിരുന്ന പഴമൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ദേഷ്യം വരുന്നുണ്ടോ, എന്നെ അടിക്കണോ എന്നൊക്കെ ചോദിക്കുകയും ഒന്നും മിണ്ടാതിരുന്ന രാധാമണിയുടെ മുന്നിൽ ഒരു പടവലങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പടവലങ്ങ എടുത്ത് കമല സ്വയം ദേഹത്തെടുത്ത് അടിച്ചതിന് ശേഷം എന്താ നിങ്ങൾക്ക് ഇനിയും എന്നെ അടിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ രാധാമണി ഭയങ്കര വിറച്ച് നിൽക്കുകയാണ്. ഇതുവരെ കാണാത്ത ഒരു കമലയുടെ മുഖമാണ് കാണുന്നത്. എന്തോ ഒരു അന്യൻ കയറി ഈ താണ്ഡവാടുന്ന രീതിയിലാണ് അവിടെ കമല കാണിച്ചത്. അവസാനം രാധാമണി പറയുവാണ്, കമല റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറയുകയും ഞാൻ റെസ്റ്റ് എടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാണല്ല നിങ്ങളല്ല, അതുകൊണ്ട് നിങ്ങളെ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുകയും പെട്ടെന്ന് പേടിച്ച് വരേണ്ട നമ്മുടെ രാധാമണി അവിടെ നിന്ന് സ്ഥലം വിടുവാണ്. കമല പഴയതുപോലെ ആ ഒരു മലക്കറയൊക്കെ എടുത്ത് ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കമലയുടെ ആ ഒരു മുഖഭാവം മാറിയപ്പോൾ രാധാമണി ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. നേരെ നമ്മുടെ ശേഖരനോട് പോയി കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുവാണ്. പക്ഷെ ശേഖരൻ അവിടെ ഗംഗയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ റീൽസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തിടുക്കത്തിലായിരുന്നു. അങ്ങനെ രാധാമണി പോയി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവൾക്കൊരു മാറ്റവും ഇല്ല, അവൾക്ക് 2 തട്ട് കിട്ടാത്തതിന്റെ കുറവാണ്, എന്തായാലും അത് തീർത്തു കൊടുക്കാം. അപ്പോൾ രാധാമണി പറയുവാണ്, നീ അവളെ അടിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളെ ഒന്ന് മെരുക്കിയെടുക്കണം, അപ്പൊ 2 അടിയൊക്കെ കൊടുക്കണമെങ്കിൽ നീ അടിച്ചോ, ഒരു കുഴപ്പമില്ല, പക്ഷേ അവളുടെ വായിൽ തുണി തിരികിയിട്ട് വേണം നീ അടിക്കാനായിട്ട്. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ കിടന്ന് വിളിക്കും, ആ ഒരു ശബ്ദം കേട്ടിട്ട് പിന്നെ നമ്മുടെ ഗൗരി വരും, പിന്നെ എല്ലാം തവിട് പൊടിയാകും. എന്തായാലും കമലയെ മെരുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശേഖരനും രാധാമണിയും കൂടി ഒന്നടങ്കം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഗൗരിയുടെ മനസ്സിലെ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഗൗരിയുടെ ആ ഒരു ആലോചനയൊന്നും മാറിയിട്ടില്ല. ഗൗരി ഒരു കാര്യം വേണ്ടി അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു സത്യം മറ്റുള്ളവർ ആരും അറിഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ പേടി. കാരണം ധ്രുവൻ കാരണമാണ് ആദർശന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്ന് പൂർണ്ണമായിട്ടും ഗൗരി വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം വിശ്വസിക്കാനായിട്ട് അവിടെ ശങ്കർ പോലും തയ്യാറാവുന്നില്ല. ധ്രുവൻ ജീവിച്ചിരിപ്പില്ല എന്നാണ് ശങ്കറും വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശങ്കർ വന്നിട്ട് ഗൗരിയെ പിറകെ കൂടെ വന്ന് കെട്ടിപ്പിടിക്കുകയും അപ്പൊ ഗൗരി പെട്ടെന്ന് പേടിച്ചു പോയി. ശങ്കർ പറയുവാണ്, നീ പേടിച്ചു പോയോ, നിന്റെ ദേഹത്ത് കെട്ടിപ്പിടിക്കാനും അല്ലെങ്കിൽ നിന്നിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് എനിക്കാണ്, വേറെ ആർക്കും സ്വാതന്ത്ര്യമില്ല. എന്തായാലും നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ മുതലേ നീ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഗൗരി ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ ഗൗരി മനസ്സിൽ വിചാരിക്കുവാണ്, ഞാനായിട്ട് ഒരിക്കലും ശങ്കറിനോട് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള സത്യം പറയണ്ട. അങ്ങനെയാണെങ്കിൽ ശങ്കർ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ശങ്കറായിട്ട് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കണം. ശങ്കറായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവിടെ ഗൗരി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ വെറുതെ വിചാരിച്ചതാണ്, അല്ലെങ്കിൽ ഒരു കാര്യമില്ല, ശങ്കറിന് തോന്നിയതാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഗൗരി അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ആലോചിച്ച് ശങ്കർ നിൽക്കുവാണ്. ഇവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നമ്മുടെ ഗൗരിശങ്കരത്തിന് വലിയൊരു പൊട്ടിത്തെറിയും വലിയൊരു ഭൂകമ്പവും വലിയൊരു അപകടവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ച് ശാന്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ ശാന്തതയ്ക്ക് പകരം ചിലരുടെ മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കമലയുടെ ഇതുവരെ പമ്മി പൂച്ചയെ പോലെ ഇരുന്ന എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കമലയുടെ ഒരു പുതിയ വെർഷനാണ് കമല 2.0 എന്ന് പറയുന്നത് പോലെ പുതിയ വെർഷനാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇനി എന്തൊക്കെ പോരാട്ടമായിരിക്കും അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ഒരു സംഘർഷമായിരിക്കും, ഇനി കമലയുടെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ചാരങ്കാട്ട് കാണാൻ പോകുന്നത്. ഇനി എന്തായാലും മഹാദേവന്റെയും രാധാമണിയുടെയും ശേഖരന്റെയൊക്കെ ദിവസങ്ങൾ കുറിച്ചു കഴിഞ്ഞു ഇനി എന്ന് ഉറപ്പാണ്. അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതൊരിക്കും ബൈ.